മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അവരുടെ പ്രവർത്തകരെല്ലാം കൂടി സമാഹരിച്ചിട്ട് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ച് നൽകിയത് 2 കോടി രൂപയാണ് നൽകിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ മാത്രം വീടുകളിൽ നിന്ന് സ്ക്രാപ്പ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അവർ പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഇത്രയും വലിയൊരു തുക അവർ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത്. ഇത് വലിയൊരു സൂചനയാണ്, വലിയൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്ന് നേരത്തെ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി 9 കോടിയുടെ മേലെ അവർക്കും സമാഹരിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ അതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അവർക്ക് എനിക്ക് തോന്നുന്നു സംസ്ഥാന തലത്തിൽ അവർ നടത്തിയ ഫണ്ട് ശേഖരണത്തിൽ ഏറ്റവും കൂടുതൽ തുക മലപ്പുറം ജില്ലാ കമ്മിറ്റി തന്നെയാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരൂരങ്ങാടി ബ്ലോക്കിലെ കറുകത്താണിയാണ് ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചിട്ടത്. അവർ 1,25,413 രൂപ. അപ്പോൾ ഓരോ യൂണിറ്റ് തലത്തിലായിരിക്കും ഡിവൈഎഫ്ഐ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത്. നോക്കൂ, അവർ നടത്തിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ആക്രി പെറുക്കി, അതുപോലെ ഈ പഴയ സാധനങ്ങൾ വീടുകളിൽ ചെന്ന് അവർ പെറുക്കിയെടുത്തു. അത് എല്ലാ ജില്ലയിലും ഡിവൈഎഫ്ഐ നടത്തിയിരുന്നു. പഴയ പത്രങ്ങൾ ശേഖരിച്ചു, മീൻ വിൽപ്പന നടത്തി, ചലഞ്ചുകൾ നടത്തി, ഫുഡ് ചലഞ്ച് നടത്തി, ചായക്കട അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തി. അതിനിടയിൽ ഇവരിങ്ങനെ ആളുകളെ സമീപിച്ചപ്പോൾ അവരുടെ കമ്മൽ, സ്വർണം ഇതൊക്കെ സഹോദരിമാർ ഊരിക്കൊടുത്തു. വയനാട്ടിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരിലേക്ക് ഈ പറഞ്ഞ പോലെ മലപ്പുറത്തെ സാധാരണക്കാർ അവരുടെ സ്വർണം, അതുപോലെ തന്നെ കല്യാണത്തിന് വെച്ച പൈസ, കല്യാണത്തിൻ്റെ ആർഭാടങ്ങൾ, ആഘോഷങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി വീട് പണിക്ക് വെച്ച ഫണ്ട് എടുത്തിട്ട് സഹായിച്ചു. അതുപോലെ കീഴാറ്റൂർ എന്ന് പറഞ്ഞ അനിയൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം സാഹിത്യ പ്രേമി കൂടിയാണ്. 250 പുസ്തകങ്ങൾ അദ്ദേഹം നൽകി. ആ പുസ്തകങ്ങളൊക്കെ ഒരു പക്ഷേ വയനാടിൻ്റെ അവിടുത്തെ ലൈബ്രറിയിലേക്കോ മറ്റോ നൽകാനായിരിക്കും. അതുപോലെ തന്നെ വെളിയങ്കോടുള്ള ഒരു ക്ഷേത്രം, അവരുടെ ഭണ്ഡാരത്തിലുള്ള ഫണ്ട്, അതായത് ഭണ്ഡാര ഹുണ്ടിക ഫണ്ട് എടുത്തിട്ട് ആ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചു നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വയനാട്ടിലെ ജനവിഭാഗങ്ങൾക്ക് നൽകാമെന്നുള്ളത്. ഡിവൈഎഫ്ഐ നടത്തിയ ഈ പ്രവർത്തനം, അതിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന തലത്തിൽ ഇങ്ങനത്തെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൽ വലിയൊരു തുക മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായും മലപ്പുറം വീണ്ടും മാതൃകയാവുകയാണ്.